അച്ഛൻ പ്രഖ്യാപിച്ചു, പോവുക, വിധിയെ നിറവേറ്റുക. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ദുഃഖത്തോടെ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഇന്നാണ് എനിക്ക് ഈ ലോകത്ത് അവസാന ദിവസം. ഇന്നു തുടങ്ങി ഞാൻ ഈ ലോകത്ത് ഒരിക്കലും തിരിച്ചു വരില്ല. അതായത് വഹിയുമായി നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു. അടുത്തു നിന്ന് ആരെങ്കിലും കരയുന്ന ശബ്ദം കേട്ടില്ലെങ്കിൽ പോലും എല്ലാ ഭാര്യമാരും ഓടിയെത്തി. അപ്പോൾ നിങ്ങളുടെ യാത്ര പൂർത്തിയായി നിങ്ങളെ കിടത്തുകയും ഒരു ചമൂടുകയും ചെയ്തു. അബൂബക്കർ തന്റെ രണ്ടാമത്തെ ഭാര്യയുടെ വീട്ടിലായിരുന്നു. 3-4 മൈൽ ദൂരം അങ്ങോട്ട് പോയിരുന്നു. അവിടെ നിന്ന് കുതിരപ്പുറത്ത് ഓടിയെത്തി നിങ്ങളുടെ മുഖത്ത് മൂടിയിരുന്ന വസ്ത്രം നീക്കി നിങ്ങളുടെ നെറ്റിയിൽ ഒരു മുത്തമിട്ടു. അപ്പോൾ അവന്റെ കണ്ണുനീർ നിങ്ങളുടെ നെറ്റിയിൽ വീണു. ഖവാഹ് നബി, അല്ലെങ്കിൽ ഖലീൽ, അല്ലെങ്കിൽ സഫിയ, ഹായ് എൻ്റെ നബി, ഹായ് എൻ്റെ സുഹൃത്ത്, ഹായ് എൻ്റെ ഖലീൽ, ഹായ് എൻ്റെ ഹൃദയം. യാ റസൂലുള്ളാഹ്, ഇന്നു മുതൽ നിങ്ങൾക്ക് ഇനി ഒരു ദുഃഖവും കാണേണ്ടതില്ല. നിങ്ങൾ വേദനയിൽ അശാന്തനായി ഇരിക്കുമ്പോൾ ബീബി ഫാത്തിമ സമീപത്ത് ഇരുന്നിരുന്നു. നിങ്ങളുടെ അശാന്ത കണ്ടപ്പോൾ അവൾ കരയാൻ തുടങ്ങി, ഹായ് എൻ്റെ അപ്പയുടെ വേദന, എൻ്റെ അപ്പയുടെ വേദന. അപ്പോൾ എൻ്റെ നബി പറഞ്ഞു, മാലിം കി കർബ ബാധിയാവും, മകളെ, ഇന്ന് നിന്റെ അപ്പയുടെ ദുഃഖത്തിന്റെ അവസാന ദിനമാണ്. ഇന്നു മുതൽ ഇനി ഒരു ദുഃഖവും കാണേണ്ടതില്ല. അപ്പോൾ സിദ്ദീഖ് അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ഇന്നു മുതൽ ഇനി ഒരു ദുഃഖവും കാണേണ്ടതില്ല. നിങ്ങൾ മസ്ജിദിലേക്ക് പോയപ്പോൾ അവിടെ കലഹം ഉണ്ടായിരുന്നു. ചിലർ ദുഃഖിതരായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വാൾ എടുത്തു നിന്നു. ആരെങ്കിലും പറഞ്ഞാൽ അല്ലാഹുവിന്റെ നബി അന്തരിച്ചു എന്ന് ഞാൻ അവന്റെ തല വെട്ടിക്കളയും. അവർ മരിച്ചില്ല, അവർ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയി. ഒരു ഭ്രാന്ത് പോലെയുള്ള അവസ്ഥ അവിടെ ഉണ്ടായി. അവർ തിരിച്ചു വരും, എല്ലാ കഫിറുകളോടും ജിഹാദ് ചെയ്യും. അപ്പോൾ അബൂബക്കർ മിമ്പറിൽ എത്തി. ഉമർ ഇരുന്നു. ഉമർ പറഞ്ഞു, ഞാൻ ഇരിക്കില്ല. നിരസിച്ച് പറഞ്ഞു, ഞാൻ ഇരിക്കില്ല. വാൾ എടുത്ത് സുബാൻ വാ സിദ്ദീഖ് വാ എന്ന് പറഞ്ഞു. നിങ്ങൾ മിമ്പറിൽ നിന്ന് പറഞ്ഞത് സ്വർണത്തിൽ പോലും എഴുതിയാലും കുറവാണ്. അതിനേക്കാൾ വിലയുണ്ട്. എൻ്റെ സിദ്ദീഖ് പറഞ്ഞു, ജനങ്ങളെ, ആർ മുഹമ്മദ് നബിയെ ആരാധിച്ചിരുന്നുവോ ഇന്ന് മുഹമ്മദ് നബിയെ അല്ലാഹു മരണത്തിന് വിധേയനാക്കിയിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ ഓർക്കുക, അല്ലാഹു ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു, അവർ മരിക്കും, നിങ്ങൾക്കും മരണം വരും. എൻ്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങൾക്കും മരണം വരും, ഇവർക്കെല്ലാവർക്കും മരണം വരും. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഈ സംഭവം കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ വീണില്ല, നേരെ കാലുകളിൽ നിന്നു ജീവൻ പോയതുപോലെ ഞാൻ വീണു. അങ്ങനെ 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 പിന്നെ പറഞ്ഞു, എനിക്ക് ഉറപ്പായി മരണം സംഭവിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ വിട്ടുപോയി. ഇനി ആരാധന ആരാണ് നൽകുക? എങ്ങനെ നൽകണം? അഹ്ലു ബൈത്ത് നൽകേണ്ടതായിരുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ അഴിച്ചു നൽകണോ, അല്ലെങ്കിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളോടുകൂടി തന്നെ നൽകണോ എന്നതിൽ അവർ ആശങ്കയിലായിരുന്നു. എന്തു ചെയ്യണമെന്ന് അറിയാതെ അവർ വിഷമിച്ചു. എല്ലാവർക്കും ആശങ്കയും ഭയം നിറഞ്ഞു. അച്ഛാൻ എല്ലാവർക്കും ഉറക്കം പിടിച്ചു. അപ്പോൾ അദൃശ്യത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, നമ്മുടെ നബിയെ വസ്ത്രങ്ങളോടുകൂടി തന്നെ നൽകണം. നിങ്ങളുടെ പരിശുദ്ധ ശരീരത്തിൽ നിന്ന് വസ്ത്രം അഴിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആരും അഴിക്കരുത്. അവ ശബ്ദം കേട്ടതോടെ എല്ലാവരും ഉണർന്നു. അതിനുശേഷം ഹസ്രത്ത് അബ്ബാസ്, ഫദൽ ബിൻ അബ്ബാസ്, നിങ്ങളുടെ ദാസനായ ശുക്രാൻ, ഉസാം ബിൻ സയ്യിദ്, അലി ബിൻ അബി താലിബ് എന്നിവരാണ് നിങ്ങളെ നൽകാൻ തയ്യാറായത്. ഹസ്രത്ത് അലി നിങ്ങളിൽ വെള്ളം ഒഴിക്കുകയായിരുന്നു. ഫദൽ ബിൻ അബ്ബാസ് ശരീരം തേച്ച് കൊടുക്കുകയായിരുന്നു. ഹസ്രത്ത് അലി ഒരുപോലെ കരയുകയും, യാ റസൂലുള്ള, നിങ്ങൾ ഞങ്ങളെ ക്ഷമയോടെ ഇരിക്കാൻ ഉപദേശിച്ചു. എന്നാൽ നിങ്ങൾ ഞങ്ങളെ കരയരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ ഞങ്ങളുടെ ദുഃഖം കാണുമായിരുന്നു. ഇന്ന് ഞങ്ങൾ ലോകത്തിന് ഞങ്ങളുടെ ദുഃഖം കാണിക്കുമായിരുന്നു, എങ്ങനെ ദുഃഖം പ്രകടിപ്പിക്കാമെന്ന്. യാ റസൂലുള്ള, നിങ്ങളുടെ വിടവാങ്ങലിൽ സംഭവിച്ച നഷ്ടം കിയാമത്ത് വരെ ഇതുപോലെയോ അതിനു മുമ്പോ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ ശേഷം പ്രവാചകത്വത്തിന്റെ വാതിൽ പൂട്ടപ്പെട്ടു പോയി. ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോഴും അവർ കരയുകയും ഫദൽ ബിൻ അബ്ബാസ് നിങ്ങളുടെ വശങ്ങൾ മാറ്റി മാറ്റി കൈകൊണ്ട് ശരീരം തേച്ചു കൊടുക്കുകയും ചെയ്തു. കൈകളാൽ തേച്ചു കൊടുക്കുകയായിരുന്നു. കല്ലർ കുഴിക്കുന്ന സമയമെത്തിയപ്പോൾ ഒരു തരത്തിലുള്ള ആവേശമുണ്ടായി. കുഴി കുഴിച്ച ശേഷം പിന്നെ വശത്ത് ഒരു കുഴി കൂടി കുഴിക്കാറുണ്ട്. മറ്റൊന്ന് നേരെ കുഴിക്കുന്ന രീതിയാണ്. നമ്മുടെ ഇവിടെ പോലെ മുകളിൽ സ്ലാബ് വെക്കാറുണ്ട്. എങ്ങനെ തയ്യാറാക്കണം എന്നതിൽ അബു തൽഹ റളിയല്ലാഹു അൻഹു ആ കല്ലർ നിർമ്മിച്ചവരായിരുന്നു, അതായത് ലഹർ രീതിയിലുള്ളത്. അതിനാൽ ആരാണ് ആദ്യം എത്തുന്നത് അവൻ തന്നെ കല്ലർ തയ്യാറാക്കണം എന്ന് പറഞ്ഞു. അബു തൽഹ റളിയല്ലാഹു അൻഹു
ആദ്യം എത്തിയതുകൊണ്ട് ലഹർ രീതിയിലുള്ള കല്ലർ തയ്യാറാക്കി. നിങ്ങളുടെ കഫൻ നൽകുന്നതിന് ശേഷം അതെല്ലാം നടന്നു. എല്ലാവരും പോയി. അതിനുശേഷം ഓരോരുത്തരായി അഹ്ലുബൈദ്, അവരുടെ സ്ത്രീകൾ, അവരുടെ കുട്ടികൾ, പിന്നെ മുഹാജിറുകൾ, അവരുടെ സ്ത്രീകൾ, അവരുടെ കുട്ടികൾ, അവരുടെ ദാസന്മാർ, പിന്നെ അൻസാർ, അവരുടെ സ്ത്രീകൾ, അവരുടെ കുട്ടികൾ, അവരുടെ ദാസന്മാർ, ഇങ്ങനെയും ചൊവ്വയും ഈ 2 ദിവസവും മുഴുവൻ കടന്നുപോയി. ചൊവ്വാഴ്ച ഇശാ നമസ്കാരത്തിന് ശേഷം, അതായത് ബുധൻ രാവിലായാണ് നിങ്ങളുടെ സംസ്കാര സമയമെത്തിയത്. നിങ്ങളെ കല്ലറയിൽ ഇറക്കിയപ്പോൾ മുഗീർ ബിൻ ശുബ റളിയല്ലാഹു അൻഹു അവിടെ നിന്നു. അവൻ തന്റെ മോതിരം എടുത്ത് അകത്തേക്ക് എറിഞ്ഞു. പിന്നെ പറഞ്ഞു, അലി, എന്റെ മോതിരം താഴെ വീണു, അതെടുത്തോളൂ. ഒരു ആനയായിരുന്നു ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുമ്പോൾ മോതിരം എറിഞ്ഞു പറഞ്ഞു, അലി, എന്റെ മോതിരം താഴെ വീണു, അതെടുത്തോളൂ. എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. എവിടെയാണ് എന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ മോതിരം എടുക്കാനല്ലായിരുന്നു. താഴേക്ക് ഇറങ്ങി അല്ലാഹുവിന്റെ നബിയെ ചേർത്ത് പിടിച്ചു ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. എല്ലാ സഹാബിമാരെയും കരയിച്ചു. മോതിരം വെറും ഒരു അനയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ശരീരത്തോട് അവസാനമായി സ്പർശിച്ച വ്യക്തി മുഗീറ ബിൻ ശുബ ആയിരുന്നു. പിന്നെ എല്ലാവരും വിളിച്ചു, പുറത്തു വരൂ, പുറത്തു വരൂ, പുറത്തു വരൂ. പുറത്തു വന്നപ്പോൾ കല്ലുകൾ വെച്ചു. പിന്നെ മണ്ണ് ഇടപെട്ടു. പിന്നെ മടങ്ങുമ്പോൾ ഹസ്രത്ത് അനസ് റളിയല്ലാഹു അൻഹു കടന്നുപോയപ്പോൾ ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ നിൽക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, എന്ത് ഹൃദയത്തോടെ ആണ് നിങ്ങൾ നബിയെ മണ്ണിൽ മറിച്ചത്? എന്ത് ഹൃദയത്തോടെ ആണ് നിങ്ങൾ നബിയെ മണ്ണിൽ മറിച്ചത്? അല്ലാഹുവിനോടൊപ്പം ചേർന്നു. ഖബർ കാണുന്നത് ഭയാനകമാണ്. അല്ലാഹു സന്തുഷ്ടനാണെങ്കിൽ പോലും ഖബറിൽ നിന്ന് ഭയം തോന്നും, വളരെ ഭയമാകും. എന്നാൽ മനസ്സിൽ വരുന്നു, അല്ലാഹു സന്തുഷ്ടനാണെങ്കിൽ പിന്നെ പ്രശ്നം ഒന്നുമില്ലല്ലോ. കാരണം അല്ലാഹു തന്റെ പ്രിയപ്പെട്ടവനെ പോലും ഖബറിൽ ഇറക്കിയതാണല്ലോ. ഒരു മനോഹരമായ ബെഡ്റൂം ഒരുക്കി അതിൽ കിടത്തൂ എന്ന് അല്ലാഹു പറഞ്ഞില്ല, ഖബറിൽ തന്നെ ഇറക്കാൻ പറഞ്ഞു. അല്ലാഹു സന്തുഷ്ടനാണെങ്കിൽ മരിക്കുന്നവൾ ആയാലും മരിക്കുന്നവൻ ആയാലും അതിൽ സന്തോഷം മാത്രമേയുള്ളൂ. അതിനാൽ എല്ലാവരും പ്രാർത്ഥിക്കണം, നാം ഈ ലോകം വിടുമ്പോൾ അല്ലാഹു നമ്മോട് സന്തുഷ്ടനാകട്ടെ, അല്ലാഹു നമ്മിൽ സന്തോഷിക്കട്ടെ. അത്ര വലിയ പ്രശ്നം ഒന്നുമില്ല. ഫറായിദ് നിർവഹിച്ച് അല്ലാഹുവിനെ സന്തുഷ്ടനാക്കൂ. നല്ല പെരുമാറ്റത്തിലൂടെ അല്ലാഹുവിന്റെ ദാസന്മാരെ സന്തുഷ്ടരാക്കൂ.